നമസ്കാരം. പ്രധാന വാർത്തകൾ. മുതിർന്ന നേതാവ് സഞ്ജയ് നിരുപമിനെ പുറത്താക്കി കോൺഗ്രസ്. മഹാരാഷ്ട്രയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് സഞ്ജയ് നിരുപമിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി റിപ്പോർട്ട്. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലാണ് കോൺഗ്രസ് സഞ്ജയ് നിരുപത്തെ പുറത്താക്കിയത്. സഖ്യകക്ഷിയായ ശിവസേനയുമായുള്ള സീറ്റ് വിഭജന ചർച്ചയ്ക്കിടെ പാർട്ടി വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തുടർന്ന് 6 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം താരപ്രചാരകരുടെ പട്ടികയിൽ നിന്ന് നിരുപമിനെ പാർട്ടി ഒഴിവാക്കിയിരുന്നു. മുംബൈയിൽ നടന്ന പാർട്ടിയുടെ പ്രചാരണ സമിതി യോഗത്തിൽ പങ്കെടുത്ത ശേഷം മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പടോലെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതേസമയം തന്നെ വിഷയത്തിൽ പ്രതികരണവുമായി സഞ്ജയും രംഗത്തെത്തിയിരുന്നു. പാർട്ടി തന്നെ പുറത്താക്കിയതല്ല, മറിച്ച് താൻ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചതാണെന്ന് സഞ്ജയ് നിരുപം വ്യക്തമാക്കി. രാജിക്കത്ത് സമർപ്പിച്ചതിന് പിന്നാലെയാണ് തന്നെ പുറത്താക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. ട്രെയിനിൽ നിന്ന് പുഴയിലേക്ക് വീണ യുവാവ് മരിച്ചു. ഓടുന്ന ട്രെയിനിൽ നിന്ന് പുഴയിൽ വീണ യാത്രക്കാരൻ മുങ്ങി മരിച്ചു. എറണാകുളം ബംഗളൂരു എക്സ്പ്രസിലെ യാത്രക്കാരനായ രാംകൃഷ്ണനാണ് മരിച്ചത്. ബാഗിൽ നിന്ന് ലഭിച്ച രേഖകൾ പ്രകാരം മധ്യപ്രദേശ് മാണ്ടാല സ്വദേശിയാണെന്ന് തിരിച്ചറിഞ്ഞു. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് സംഭവം. ആലുവയിൽ നിന്ന് നാഗ്പൂരിലേക്കാണ് ഇയാൾ ടിക്കറ്റ് എടുത്തിരുന്നത്. ട്രെയിൻ യാത്രയ്ക്കിടെ ചാലക്കുടി പുഴയ്ക്ക് അടുത്തെത്തിയപ്പോൾ ഇയാൾ പുഴയിലേക്ക് ചാടുകയായിരുന്നുവെന്ന് ട്രെയിനിലെ മറ്റ് യാത്രക്കാർ പറയുന്നു. യാത്രക്കാരാണ് പോലീസിനെ വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസും അഗ്നിരക്ഷാ സേനയും നടത്തിയ തെരച്ചിലിൽ മൃതദേഹം കണ്ടെത്തി. മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ശമ്പളമില്ലാതെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജീവനക്കാർ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജീവനക്കാരുടെ മാർച്ച് മാസത്തിലെ ശമ്പളം മുടങ്ങി. ബില്ലുകൾ ട്രഷറിയിൽ സമർപ്പിച്ചെങ്കിലും തിരിച്ചയക്കുകയായിരുന്നു. ഗ്രാമവികസനം, പഞ്ചായത്ത്, നഗരകാര്യം, ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ്, എഞ്ചിനീയറിംഗ് വിഭാഗം എന്നിവിടങ്ങളിലെ 10,000-ഓളം ജീവനക്കാരുടെ ശമ്പളമാണ് മുടങ്ങിയത്. പുതിയ ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ശമ്പള ഭരണ ചെലവുകൾക്ക് പുതിയ ഹെഡ് ഓഫ് അക്കൗണ്ടുകൾ തുടങ്ങിയിരുന്നു. അക്കൗണ്ട് ജനറൽ ഈ ഹെഡ് ഓഫ് അക്കൗണ്ടുകൾ അംഗീകരിച്ചിരുന്നെങ്കിലും തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ നിന്നും തുടർ നടപടികൾ വൈകിച്ചതാണ് ശമ്പളം മുടങ്ങാൻ ഇടയായത്. കൊടിയും ചിഹ്നവും നിലനിർത്താനല്ല തെരഞ്ഞെടുപ്പ്, രാജ്യം നിലനിർത്താൻ ടി സിദ്ദിഖ്. വയനാട്ടിലെ UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുസ്ലിം ലീഗ് പതാക ഒഴിവാക്കിയ സംഭവത്തിൽ പ്രതികരണവുമായി ടി സിദ്ദിഖ് MLA. കൊടിയും ചിഹ്നവും നിലനിർത്താനല്ല ഈ തെരഞ്ഞെടുപ്പെന്നും രാജ്യം നിലനിർത്താനാണെന്നും ടി സിദ്ദിഖ് പറഞ്ഞു. അതിന്റെ ഗൗരവം CPM-നില്ലെങ്കിൽ ഞങ്ങൾ UDF-കാർക്കുണ്ടെന്നും ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ സിദ്ദിഖ് പ്രതികരിച്ചു. KT ജലീൽ ഉൾപ്പെടെ സംഭവത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സിദ്ദിഖിന്റെ പ്രതികരണം. നാഷണൽ ലീഗിന്റെയും ജനതാദളിന്റെയും പച്ച നിറമുള്ള കൊടി ഇന്നലെ കൽപ്പറ്റയിൽ നടന്ന LDF റാലിയിലില്ല. എന്തേ ചുമപ്പ് മാത്രമുള്ള റാലിയായി? രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും കൊടി കാണാത്തതിൽ ശ്രീ പിണറായി വിജയൻ മുതൽ ലോക്കൽ സഖാവ് വരെ ഇങ്ങനെ വെപ്രാളം കാണിക്കുന്നത് എന്തിനാണ്? ഇത്തവണ രാജ്യം നിലനിൽക്കണമോ എന്ന ചോദ്യവുമായി കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ചിഹ്നം നിലനിർത്താൻ മത്സരിക്കുന്ന നിങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ ഇല്ല. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സ്കൂൾ കുത്തിത്തുറന്ന് മോഷണം. ഊരട്ടുകാല ഗവൺമെന്റ് MDHS-ലാണ് മോഷണം നടന്നിരിക്കുന്നത്. മോഷണത്തിൽ ലക്ഷങ്ങൾ വിലയുള്ള പ്രൊജക്ടറും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും നഷ്ടമായിട്ടുണ്ട്. സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് റൂം കുത്തിത്തുറന്നാണ് ഉപകരണങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത്. സംഭവത്തിൽ നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.